എല്ലാവർക്കും നമസ്കാരം. ഈ പ്രപഞ്ചം മുഴുവൻ എങ്ങനെയാണിങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതിനു പിന്നിലെ അദൃശ്യശക്തികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാമല്ലേ? ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങളും ഞാനും ഈ കാണുന്നതെല്ലാം, അങ്ങ് ദൂരെയുള്ള നക്ഷത്രങ്ങൾ വരെ, ഇതെല്ലാം എങ്ങനെയാണിങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നത്? ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലും അടിസ്ഥാന നിയമങ്ങൾ വേണ്ടേ? അതെ, ആ വലിയ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോ ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ശക്തികളെ നമ്മള് ഒരു പവർ റാങ്കിംഗ് നടത്താൻ പോവാണ്. ഒരു മത്സരത്തിലെന്ന പോലെ ആരാണ് ഏറ്റവും ശക്തൻ എന്ന് നോക്കാം. തയ്യാറായിരുന്നോളൂ, കാരണം ഈ റാങ്കിംഗ് കണ്ട നിങ്ങൾ ശരിക്കും ഞെട്ടും. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ മുഴുവൻ സങ്കീർണതയും നിയന്ത്രിക്കുന്നത് വെറും 4 അടിസ്ഥാന ബലങ്ങളാണ്. ഈ 4 പേരാണ് ഈ കളിയുടെ എല്ലാം പിന്നിൽ. ഇതാ ആ പവർ റാങ്കിംഗ് നോക്കൂ. ഏറ്റവും ശക്തമായ ബലത്തിന് നമ്മൾ 1 എന്ന സ്കോർ കൊടുത്താൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കേ. വൈദ്യുതകാന്തിക ബലം അതിന്റെ 100-1 മാത്രം. ദുർബല ബലമോ 1,00,000-1. പക്ഷേ ഗുരുത്വാകർഷണം, അത് അവിശ്വസനീയ എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞുപോകും. അത്രയ്ക്ക് ദുർബലമാണ്. ഈ ചാർട്ടിൽ നോക്കുമ്പോഴാ വ്യത്യാസം ശരിക്കും മനസ്സിലാവും. കണ്ടോ, ശക്തമായ ബലം ഒരു വലിയ കെട്ടിടം പോലെ നിൽക്കുന്നു. മറ്റുള്ളവയോ, പ്രത്യേകിച്ച് ഗുരുത്വാകർഷണം, അതൊരു പൊടി പോലെ കാണാൻ പോലും പറ്റുന്നില്ല. ഈ ശക്തികൾ തമ്മിലുള്ള അന്തരം എത്ര വലുതാണെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ശരിക്കും തലകറങ്ങും. ഇതാണ് ആ സംഖ്യ 10⁻⁻39. അതായത് ഒന്നിന് ശേഷം 39 പൂജ്യങ്ങളിട്ടൊരു സംഖ്യ കൊണ്ട് ഹരിക്കുന്നതുപോലെ. എത്ര ചെറിയൊരു സംഖ്യയാണത്! ഈ പ്രപഞ്ചം എത്ര വിചിത്രമായ നിയമങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റാങ്കിങ്ങില് ആദ്യത്തെ 2 അധികായന്മാരെ, ആ ഹെവി വെയ്റ്റുകളെ ഒന്ന് പരിചയപ്പെടാം. അണുവിന്റെ ലോകത്തെ അടക്കി ഭരിക്കുന്ന ശക്തമായ ബലവും വൈദ്യുതകാന്തിക ബലവും. ഇതാണ് നമ്മുടെ ചാമ്പ്യൻ. ശക്തമായ ബലം. ഇതിന്റെ ജോലി എന്താണെന്നോ? വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ആറ്റത്തിന്റെ ഹൃദയമായ ന്യൂക്ലിയസിനെ ഒരുമിച്ച് നിർത്തുക. ഒന്നാലോചിച്ചു നോക്കൂ. ഒരേ ചാർജുള്ള പ്രോട്ടോണുകൾ അടുത്തടുത്തിരുന്നാൽ എന്താകും? അവ തമ്മിൽ വികർഷിച്ച് തെറിച്ചു പോകേണ്ടതാണ്. പക്ഷേ ഈ ശക്തമായ ബലം അതിനെയെല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നു. അത്രയ്ക്കുണ്ട് ഇതിന്റെ പവർ. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ശക്തമായ ബലമില്ലായിരുന്നെങ്കിൽ സ്ഥിരതയുള്ള ഒരു ആറ്റം പോലും ഉണ്ടാവുമായിരുന്നില്ല. ആറ്റങ്ങളില്ലെങ്കിലോ പിന്നെ ദ്രവ്യം എന്ന ഒന്നില്ല. അതായത് നമ്മളോ ഈ കാണുന്ന ഭൂമിയോ നക്ഷത്രങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുമായിരുന്നില്ല. അടുത്തയാൾ വൈദ്യുതകാന്തിക ബലമാണ്. ഇത് നമുക്കെല്ലാവർക്കും കുറച്ചുകൂടി പരിചയമുള്ള ആളാണ്. ലൈറ്റ്, വൈദ്യുതി, മാഗ്നറ്റിസം, ഇതെല്ലാം ഇതിന്റെ കളികളാണ്. ശക്തമായ ബലത്തിന്റെ അത്ര പവറില്ല, ഏതാണ്ട് 100-1 ശക്തിയേ ഉള്ളൂ. പക്ഷേ നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതം മുന്നോട്ടു പോകുന്നത് ഈ ബലമുള്ളതുകൊണ്ടാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നറിയാവോ? രസകരമായൊരു കാര്യമാണ്. ചാർജുള്ള 2 കണികകൾക്കിടയിൽ വെർച്വൽ ഫോട്ടോണുകൾ എന്നു പറയുന്ന ചെറിയ കണങ്ങളെ അങ്ങോട്ടുമിങ്ങോട്ടും കൈമാറുന്നതുപോലെയാണിത്. എന്തൊരു അത്ഭുതകരമായ രീതിയിലാണല്ലേ പ്രപഞ്ചം ഇതൊക്കെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് പട്ടികയുടെ താഴെയുള്ള 2 പേരിലേക്ക് പോകാം. ദുർബലരും എന്നാൽ വളരെ പ്രധാനപ്പെട്ടവരുമായ 2 പേർ. ശക്തി കുറവാണെന്ന് കരുതി ഇവരെ അങ്ങ് തള്ളിക്കളയാൻ പറ്റില്ല. ഇവരുടെ റോളുകളും നിർണായകമാണ്. ആദ്യത്തേത് ദുർബല ബലം. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഇത് ദുർബലമാണ്. ശക്തമായ ബലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 1,00,000 മടങ്ങ് ശക്തി കുറവാണ്. പക്ഷേ സൂര്യൻ കത്തിജ്വലിക്കുന്നതിനും ചില മൂലകങ്ങൾ റേഡിയോ ആക്റ്റീവായി മാറുന്നതിനും പിന്നിൽ ഈ ദുർബലനാണ്. അവസാനമായി നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ദുർബലനായ ആൾ, ഗുരുത്വാകർഷണം. അണുക്കളുടെ ലോകത്ത് ഇതിന് ഒരു റോളുമില്ല, ഒരു സ്വാധീനവുമില്ല. ആ സംഖ്യ ഒന്നുകൂടി ഓർത്തുനോക്കൂ, 10⁻39. വിശ്വസിക്കാൻ പോലും പറ്റാത്ത അത്ര ചെറിയൊരു ശക്തി. അപ്പോ നമുക്ക് ഒന്നുകൂടി സൂം ചെയ്ത് ആറ്റത്തിന്റെ ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കിയാലോ? അവിടെ കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് കുറച്ചും കൂടി ആഴത്തിൽ മനസ്സിലാക്കാം. നമ്മളെ ശക്തമായ ബലം എന്ന ഒറ്റ വാക്കിൽ പറയുന്നുണ്ടെങ്കിലും അതത്ര സിമ്പിളല്ല. ന്യൂക്ലിയസിനെ ഒട്ടിച്ചു നിർത്തുന്ന ഈ പശയ്ക്ക്, അതായത് ന്യൂക്ലിയോൺ ബലത്തിന് അതിന്റേതായ ചില പ്രത്യേക സ്വഭാവങ്ങളുണ്ട്. ഇതിന് പല സങ്കീർണമായ സ്വഭാവങ്ങളുണ്ട്. ഇത് വെറുതെ കണികകളെ ആകർഷിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവയുടെ സ്പിൻ അഥവാ കറക്കത്തെയും ഇത് ആശ്രയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പ്രോട്ടോണാണോ ന്യൂട്രോണാണോ എന്നൊന്നും ഇതിന് വലിയ വ്യത്യാസമില്ല.
രണ്ടിനോടും ഏകദേശം ഒരേപോലെയാണ് പെരുമാറുന്നത്. അതായത് ഇതിന് ചാർജുമായി വലിയ ബന്ധമില്ല. അപ്പ ശരി, ഈ അക്കങ്ങളും നിർവചനങ്ങളുമൊക്കെ കേട്ടു. ഇതൊക്കെ അറിഞ്ഞതുകൊണ്ട് എന്താ കാര്യം? എന്തിനാണ് ഈ ശക്തികളുടെ അളവുകൾക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ പ്രപഞ്ചം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ രൂപത്തിൽ നിലനിൽക്കാൻ കാരണം ഈ 4 ബലങ്ങളും കൃത്യമായ ഈ അനുപാതത്തിലായതുകൊണ്ടാണ്. ഇതിലേതെങ്കിലും ഒന്നിന്റെ ശക്തിയിൽ ചെറിയൊരു മാറ്റം വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നക്ഷത്രങ്ങളോ ഗ്രഹങ്ങളോ എന്തിന് ജീവൻ പോലും ഉണ്ടാകുമായിരുന്നില്ല. അത്രയ്ക്ക് ലോലമായൊരു ബാലൻസിലാണ് എല്ലാം പോകുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മളൊരു വലിയ ചോദ്യത്തിനു മുന്നിലെത്തുകയാണ്. അണുക്കളുടെ ലോകത്ത് ഒരു വിലയുമില്ലാത്ത ഏറ്റവും ദുർബലമായ ഗുരുത്വാകർഷണം എങ്ങനെയാണ് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്? ഈ ഒരു ചിന്ത നിങ്ങൾക്കായി വിട്ടുതന്നുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി.